തമ്പുരാന്റെ നിർദ്ദേശപ്രകാരമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. അത് കേവലം ഒരു നാമമല്ല, കേവലം ഒരു പദമല്ല, കേവലം ഒരു അലങ്കാരമല്ല, ആർഭാടമല്ല. നമ്മുടെ ജീവിതത്തെ മുഴുവനും സകലമായ ജീവിതത്തെയും ചൂഴ്ന്നു നിൽക്കുന്ന അചഞ്ചലമായ ഒരു വിശ്വാസത്തിന്റെ പേരാണ് മുസ്ലിം എന്ന് അടയാളപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുസ്ലിമിനെ ലോകത്തേക്ക് ജീവിതം നൽകിയിട്ട് അല്ലാഹു അവനോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു താൽക്കാലികം മാത്രമാണ് എന്ന് അടിക്കടിക്കടിക്ക് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. വളരെ താൽക്കാലികമായ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ വന്നവനെ സംബന്ധിച്ചോളം പരിസരങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ചലനങ്ങളോ ആക്രോശങ്ങളോ ആരവങ്ങളോ അവനെ അത്രമേൽ സ്വാധീനിക്കാൻ പാടില്ല എന്നതാണ് ആ പരമപ്രധാനമായൊരു ദൗത്യത്തിന്റെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വളരെ താൽക്കാലികമായ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ വന്നതാണ്. കേവലം 50-60 വർഷം നീണ്ടു നിൽക്കുന്ന. അത് കഴിഞ്ഞാൽ ആരവമായി പെയ്തൊടുങ്ങിയ ഒരു പേമാരി നിലയ്ക്കുന്നത് പോലെ എല്ലാ ആരവങ്ങളും ശബ്ദങ്ങളും നിലച്ച് ശൂന്യമായ ഒരു കൈകളുമായി, അല്ലെങ്കിൽ നാം ഇതേവരെ കാണാത്ത ഒരു ലോകത്തേക്ക് യാത്ര തിരിച്ചു പോകുന്നവരാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ ആ ഒരു താൽക്കാലികമായ യാത്രാ പരിസരങ്ങളിൽ ഉണ്ടാകുന്ന ഒന്നിനെയും അവനവന്റെ ഹൃദയത്തിലോട്ട് കയറ്റി ആശങ്കാകുലരാകാൻ പാടില്ല എന്ന് ഖുർആനും സുന്നത്തും നമ്മളെ പരമപ്രധാനമായി പഠിപ്പിക്കുന്നുണ്ട്. വളരെ ചെറിയ ഒരു സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, അപരാരി പറഞ്ഞത് നിർത്തിയെടുത്ത് നിന്ന് ഞാൻ വീണ്ടും തുടങ്ങുകയാണ്. ആ പറഞ്ഞതിന് ഞാനൊരു പൂരകം ചേർക്കുകയാണ്. പരസ്പര പൂരകമായി, പരസ്പര വൈരുദ്ധ്യമല്ല, പരസ്പര പൂരകമായി അതിനോട് ചേർത്ത് പറഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്നാണ് എന്റെ യുവാക്കളെ, ഈ ജീവിതം ശാശ്വതമല്ല, ഇത് വളരെ ക്ഷണിക പ്രഭാ ചഞ്ചലമെന്ന് കവി പറഞ്ഞതുപോലെ ഇത് വളരെ ക്ഷണികമാണ് എന്ന ഓർമ്മക്കുറിപ്പാണ്. അങ്ങനെ ചെറിയ ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ടാൽ ആ ശബ്ദം നമ്മുടെ ഹൃദയത്തെ ഭയമായി ഗ്രസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ചുമതലകളെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. മുസ്ലിമിനെ സംബന്ധിച്ചോളം അവന്റെ നാനാഭാഗത്തും ശബ്ദകോലാഹലങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പ്രയാസങ്ങൾ, പേര് വെട്ടലുകൾ, പേര് കൂട്ടിച്ചേർക്കലുകൾ, പേര് ചേർക്കാനുള്ള തത്രപ്പാട്, വെട്ടിയോന്നറിയാനുള്ള തത്രപ്പാട്, ലിസ്റ്റിൽ ഉണ്ടോന്നറിയാനുള്ള ബേജാറ്, ഇങ്ങനെ 1000 പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് നാം കടന്നു പോകുന്നത്. SIR എന്ന പേരിൽ പുതുതായി നാമകരണം ചെയ്യപ്പെട്ട ഒരു പുതിയ പ്രതിസന്ധിയിലൂടെ നടക്കുമ്പോ എല്ലാവരും നോക്കുന്നത് ആ ലിസ്റ്റിൽ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് വന്നിട്ടുണ്ടോ ഇല്ലയോ, തള്ളപ്പെടുമോ ഇല്ലയോ, അതിർത്തി കടന്ന് ആരവങ്ങളോടെ കടക്കപ്പെടുമോ ഇല്ലയോ എന്ന വലിയൊരു ഭീതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കർണാടകയിൽ SIR പരിപാടി തുടങ്ങിയില്ല. കേരളത്തിലൊക്കെ ഞാനൊക്കെ ഇന്ന് ഇരുന്ന് നോക്കുമായിരുന്നു, ലിങ്കിൽ നോക്കിയിട്ട് എന്റെ പേര് കയറിയോ ഇല്ലയോ, SIR ഉണ്ടോ, വോട്ടുണ്ടോ ഇല്ലയോ. ആ ലിസ്റ്റിൽ കഴിഞ്ഞ 10-45 വർഷമായി ഇന്ത്യയിൽ ജീവിക്കുന്ന ഞാൻ ഏതാണ്ട് അരനൂറ്റാണ്ടിലധികം പിന്നിടാൻ ഈ രാജ്യത്ത് താമസിക്കുന്ന ഞാൻ, എന്റെ കൈവിരലുകൾ ഒരു ജനാധിപത്യ അവകാശത്തിന്റെ അടയാളമായി ചേർക്കാൻ കഴിയുമോ എന്ന് ആശങ്കാകുലമായി നോക്കുന്ന ഒരു സാഹചര്യം. NRC ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ SIR വരുമ്പോ എല്ലാത്തിനെയും അതിഭീതിതമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി വരാനിരിക്കുന്ന ഒരു ഭാവി എന്താണ്? ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടുകൂടെ എല്ലാവരും ഇനി എന്നാണ് അടുത്ത ഭാവി എന്ന് ആശങ്കാകുലരാവുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, ഏത് ആശങ്കകളാണ് നമ്മളെ ഭരിക്കുന്നത്, ഏത് ഭയങ്ങളാണ് നമ്മളെ പിടികൂടുന്നത്, എന്തിനാണ് ഭയാചകിതരായി നാം ഇങ്ങനെ കടന്നു പോകുന്നത്? കാരണം നമുക്ക് തന്നെ ഉറപ്പുള്ള ഒരു കാര്യമാണ്, ഈ ജീവിതം താൽക്കാലികമാണ്. നമുക്ക് തന്നെ അറിയാം
ഇതിൽ വളരെ നൈമിഷികമാണെന്ന് നമുക്കറിയാം. ഏത് സമയത്തും കടന്നു പോകേണ്ടതാണെന്നറിയാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം പേര് ഉണ്ടോ ഇല്ലയോ, ആ പട്ടികയിൽ പേരുണ്ടോ ഇല്ലയോ എന്ന കാര്യം നമ്മളെ സംബന്ധിച്ചോളം വലിയ ബേജാറാവേണ്ട കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ബേജാറാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില പട്ടികകളിൽ നമുക്ക് പേര് കയറേണ്ടതുണ്ട്. ആ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ആ ഒരു ലിസ്റ്റിൽ എന്റെ പേര് വന്നിട്ടുണ്ടോ? ആ ഒരു ലിസ്റ്റിൽ എന്റെ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടോ? ഞാനാ വിശിഷ്ടമായ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് എന്റെ പേര് പുറത്താണോ അകത്താണോ എന്ന് ഒരു വിശ്വാസിയായി, മുസ്ലിമായി, മുഅ്മിനായി നമുക്കെല്ലാവർക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു പട്ടികയുണ്ട്. ആ പട്ടിക ഏതാ? ആ പട്ടിക നമ്മുടെ പേരുകളുണ്ടോ എന്ന് ആശങ്കാകുലയോടെ നമ്മൾ നോക്കണം. അത് SIR മാത്രമല്ല, വോട്ടർ പട്ടികയിൽ മാത്രമല്ല, നമ്മളെല്ലാവരും ഇന്ന് ലിങ്കിൽ കയറി ആ പേരുണ്ടോ എന്ന് അന്വേഷിച്ച് നമ്മളൊക്കെ നടന്നു പോകുന്ന സമയത്ത് അതിനേക്കാൾ ആകാംക്ഷയോടെ ആ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന ഒരാളെ നമുക്ക് കാണാം. ആള് മറ്റാരുമല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകന്റെ രണ്ടാമത്തെ ഖലീഫയായി കടന്നു വന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ചു തന്ന, ഇന്നും ലോകം ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ന് മാത്രമല്ല എല്ലാ സമയങ്ങളും ആഗ്രഹിച്ചു പോകുന്ന മഹാനായ ഹബീബായ നബി തങ്ങളുടെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം മദീനയിലൂടെ ഇങ്ങനെ ഭയാശങ്കയോടെ, ആശങ്കയോടെ മഹാനായ ഉമർ റളിയല്ലാഹു തആല ഇങ്ങനെ ഒരാളെ അന്വേഷിച്ചോടുകയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്താ അനക്കില്ലാത്ത എന്താ? മഴയൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ നന്നായിട്ട് തണുത്ത് കൊച്ചിരിക്കുക, ഒരു ഉഷാറൊക്കെ വേണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? ഉണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? ഉണ്ടോ? ആ, മനസ്സിലാവണവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക് നോക്കട്ടെ. എന്നിട്ട് മനസ്സിലായെങ്കിൽ ഇത് ഇവിടെ വന്നിരുന്നാണ് ഇച്ചിരി മുമ്പോട്ട് വരും. ഒരല്പം കൂടെ ഈ കാർപ്പറ്റിനോടെ പറ്റും. ആ മാഷ അവിടെ 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 മതി, അവിടെ ഇനി മുമ്പോട്ട് വന്ന അധ്യക്ഷനാവും. ഇത്തിരി കൂടെ മുമ്പോട്ട് വരും. അല്പം. ഓക്കെ, നിങ്ങൾ അടുത്ത് കാണണം, എന്നാലേ അതിനൊരു ഒരു സുഖമുള്ളൂ. അടുത്തടുത്ത് മതി, പെട്ടെന്ന് പെട്ടെന്ന് സമയം തീർന്നു പോയി. ഈ അബ്രാരി എന്നെ പറ്റിച്ചാണ്. അബ്രാരി വന്ന് കാസർഗോഡ് നിന്ന് 20 കിലോമീറ്റർ ഉള്ളു. അദ്ദേഹം തന്നെ സമ്മതിച്ച് ഞാൻ കള്ളം പറഞ്ഞു കൊണ്ടുവന്നു. കൊല്ലത്തുനിന്ന് കാസർഗോഡ് വരാൻ എന്ത് സുഖം, കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വരാൻ വേറെ മുഷ്കില്ലേ. എന്തായാലും അൽഹംദുലില്ലാ ഖൈർ. ഉനൈസ് ഒരു 10 വർഷം കൊണ്ട് വിളിക്കുന്നതാണ് ഇങ്ങോട്ട്. ഏതായാലും ഈ പേരുണ്ടോന്ന് നോക്കണ്ട. എവിടെയാ നമുക്കിപ്പോ SIR-ലുണ്ടായാലും എന്ത്, ഏതിലുണ്ടായാൽ ഇപ്പൊ എന്ത്, നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ പേര് വരേണ്ടത് എവിടെയാ? എവിടെയാണ് നമ്മൾ പരതേണ്ടത്? എവിടെയാ ആ അന്വേഷണം നമ്മളെ എവിടെയാണ് കൊണ്ടുപോയി എത്തിക്കേണ്ടത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനയുടെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെ ഉമർ റളിയല്ലാഹു തആല അൻഹു അന്വേഷിക്കുകയാണ്. ഐന ഹുദാഫ, എവിടെ ഹുദാഫ, എവിടെ ഹുദാഫ, എവിടെ? ഹുദാഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചുള്ള പരക്കം പാച്ചിലാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസ മുഖരങ്ങളിലേക്ക് ഇത് കടന്നു വരുമോ എന്നൊക്കെ എനിക്ക് തിരിച്ചറിയാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ആധുനികതയുടെ രാസലഹരി മസ്തിഷ്കങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു പുതിയ കാലത്ത് ഭൗതികമായ ലോകത്തിന്റെ വർണ്ണപ്രപഞ്ചങ്ങളിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും കെട്ടിപ്പിടിച്ച പരലോകത്തെ ഭയാ
ഭയാശങ്കകളോടെ മറന്നുപോകുന്ന, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പലപ്പോഴും നമ്മളോട് തന്നെ പറഞ്ഞു പോകുന്ന ഒരു വല്ലാത്ത ശപിക്കപ്പെട്ട കാലത്തിലൂടെ നടന്നു പോകുമ്പോ ആത്മീയതകളെ തളർത്തിക്കളയുന്ന പുതിയ പ്രതിഭാസങ്ങൾ, യുക്തിവാദങ്ങൾ, നിരീശ്വരവാദങ്ങൾ, ഫെമിനിസങ്ങൾ, ഹോമോ ലെസ്ബിയൻസിന്റെ അവകാശവാദങ്ങൾ, പരിസരങ്ങൾ മുഴുവനും അസുരന്മാര് പോലെ മലീമസമായി പോകുന്ന ഒരു കാലത്ത് മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദനാ ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിലെ മരുഭൂമിയോരത്തോടെ ഇങ്ങനെ ഓടി നടക്കുന്നത് നമുക്കെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ആ മനുഷ്യൻ നിസ്സാരക്കാരനല്ല. യൂറോപ്പ് വരെ നീണ്ടുകിടക്കുന്ന ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമായ അറേബ്യൻ മഹാസാമ്രാജ്യത്തിന് അധിപതിയാണ് അദ്ദേഹം. ആ മഹാനായ ഉമർ റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഹുദാഫ എവിടെ? അന്വേഷിച്ചോടി പരന്നു മസ്ജിദുൻ നബവിയുടെ ഓരത്ത് വെച്ച് മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുമ്പോ ഓടിച്ചെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹുദാഫയെ പിടിച്ചു നിർത്തുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഹുദൈഫ, എത്ര നേരമായിട്ട് നിങ്ങളെ ഞാൻ അന്വേഷിക്കുകയാണ്. എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ, എന്തിനാണ് ഹുദാഫ അന്വേഷിച്ച് പരക്കം പായുന്നത്? വേപതയോടെ, വിഹ്വലതയോടെ, വിഭ്രാന്തിയോടെ, അറിയാനുള്ള ആഗ്രഹത്തോടെ. SIR പ്രസിദ്ധീകരിക്കപ്പെടുമ്പോ ഞാൻ അതിൽ നിന്ന് പുറത്താണോ എന്ന് നമ്മൾ ചിന്തിക്കാനുള്ള നമ്മുടെയൊക്കെ മനസ്സിന്റെ വ്യഗ്രതയ്ക്കപ്പുറം മഹാനായ ഉമർ റളിയല്ലാഹു തആല ചോദിക്കുന്നു, ഹുദാഫ, ഞാനൊരു കാര്യം അറിഞ്ഞിട്ട് വന്നതാണ്. എന്താണ് കാര്യമെന്നറിയുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കപട വിശ്വാസികളായ ആളുകളുടെ പേര് നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഈമാനില്ലാതെ കപട വിശ്വാസമായി നടക്കുന്ന ആളുകൾ, അവരെ തിരിച്ചറിയാൻ പ്രയാസമാണ്. ആരൊക്കെയാണ് യഥാർത്ഥ വിശ്വാസികൾ, ആരാണ് കപട വിശ്വാസികളെന്ന് ഹബീബായ നബി തങ്ങൾ നിന്നോട് പറഞ്ഞനാ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. ഹുദാഫ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വിശ്വാസികളുടെ ലിസ്റ്റ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? മഹാനായ ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഉമറേ ഉമറേ ഉമറേ, നിങ്ങൾ എന്റെ സതീർത്ഥനാണ്, സഹകാരിയാണ്, എന്റെ സുഹൃത്തുകാരനാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ആ വൃത്താന്തം എന്നോട് പറഞ്ഞു തരുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹുദാഫ, ആരൊക്കെയാണ് മുഅ്മിനീങ്ങൾ, ആരൊക്കെയാണ് മുഅ്മിനീങ്ങളല്ലാത്തവർ, ആരൊക്കെയാണ് വിശ്വാസികൾ, ആരൊക്കെയാണ് വിശ്വാസികൾ? ആ പേര് ജിബ്രീൽ വന്ന് എന്നോട് പറഞ്ഞു തന്നു. ആ പറഞ്ഞ പേര് നിന്നോട് ഞാൻ പറഞ്ഞു തരികയാണ്. പക്ഷേ ഇത് രഹസ്യമായി സൂക്ഷിക്കണേ, ആരോടും പറയരുത്. ഒരാൾ ചോദിച്ചാലും പറയാതെ രഹസ്യം സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ നിന്നോട് പറയാമെന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങൾ ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞേൽപ്പിച്ചടാ. അതുകൊണ്ട് ഉമറേ, എനിക്കത് പറയാൻ കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാപഞ്ചിക ലോകത്തിന്റെ വരുന്നതും വരാനിരിക്കുന്നതും ഇനി കാണാനിരിക്കുന്നതുമായ കിഴക്ക് പോയി സൂര്യൻ ഉദിക്കുന്നത് വരെ ലോകം അഭിമുഖീകരിക്കുന്ന ആയിരക്കണക്കിന് പൂരണമില്ലാത്ത സമസ്തകളെ മദീനത്തെ പള്ളിയുടെ ഈത്തപ്പനമരത്തിന്റെ ഓലയിൽ ചാരിയിരുന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത രഹസ്യത്തിന്റെ നേതാവേ, ആ രഹസ്യത്തിന്റെ പരമകാണ്ഡമേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഹുദാഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തടാ. അതുകൊണ്ട് ഉമറേ, നിങ്ങളുടെ പേരാ ലിസ്റ്റിലുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ലെന്ന് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണീരടഞ്ഞിട്ട് പറഞ്ഞു, ഹുദാഫ, മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആരുടെയൊക്കെ പേരുണ്ടെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ആ വിശ്വാസികളുടെ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ ഇല്ലയോ, ഉമർ അതിൽ പെടുമോ ഇല്ലയോ എന്നൊന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഹുദാഫ റളിയല്ലാഹു തആല നിഷ്കളങ്കതയോടെ പറഞ്ഞു, യാ
അമീറുൽ മുഅ്മിനീൻ, ആരോടാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത്? നിങ്ങളുടെ പേര് മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് കോരിച്ചൊരിയുന്ന പേമാരി തടസ്സം നിൽക്കുമ്പോഴും ആഗ്രഹത്തോടെ കടന്നു വന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ഈ ഇരിക്കുന്നവരൊക്കെ അത്രമേൽ അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഈ സദസ്സിൽ വന്നത്. ആരാണ് ഈ ചോദിക്കുന്നതെന്നറിയോ? ആരാണ് ഈ പറയുന്നതെന്നറിയോ? ലജ്നാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ ഒട്ടകത്തെ വെച്ച് നടന്ന 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ കിരാതതയുടെ പര്യായമായി മാറിയ, ഒരു കാലത്ത് ലോകചരിത്രത്തിൽ ഏറ്റവും വലിയ തെമ്മാടിയായി ജീവിച്ചു അവസാനം ഒരു റൊമാന്റിക് ഭാവനയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാറ് വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമറ വ ഖൽബിഹി, അല്ലാഹു സത്യത്തെ ഉമറിന്റെ നാവിലും ഉമറിന്റെ ഹൃദയത്തിലും മുദ്രണം ചെയ്തിട്ടുണ്ടെന്ന് ഇതേവരെ അസത്യത്തിന്റെ ലാഞ്ചന പൊൻചമ്പകപ്പൂത്തേനിതള തരങ്ങളിൽ നിന്ന് നിർഗളിച്ചിട്ടില്ലാത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറഞ്ഞ 60ഓളം ഖുർആനിലെ ആയത്തുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനാണ് ചോദിക്കുന്നത്, എന്റെ വിശ്വാസം പൂർണ്ണമാണോ? അതല്ല കപട വിശ്വാസികളുടെ ലിസ്റ്റിൽ എന്റെ പേര് ചേർത്തപ്പെട്ടിട്ടുണ്ടോ? ചോദ്യമാരുടേതാണ്. ഏത് ലിസ്റ്റിലാണ് എന്റെ പേര്? ആ ലിസ്റ്റിലുണ്ടോ? ഇന്ന് ഉച്ചക്ക് SIR പേര് വന്നാല് അത് നോക്കാൻ ഒരു ലിങ്ക് ഉണ്ട്. ഉച്ചക്ക് അബ്രാരി ആ ലിങ്ക് തുറന്നിട്ട് അബ്രാരിയുടെ പേര് കണ്ടപ്പോ തുള്ളിച്ചടന്നു എന്റെ പേരുണ്ടായിരുന്നു. നമ്മുടെ ഒരു സ്വാഭാവികമായൊരു പ്രതികരണമാണ്, എന്റെ ലിസ്റ്റ് ഉണ്ട്, ഞാൻ ഇന്ത്യ പൗരനാണ്, ഉടനെ ഒന്നും പുറത്തു പോവില്ല. ഒരു ചെറിയ വിഷയം നമ്മളെ ഇത്രത്തോളം ആശങ്കപ്പെടുത്തുന്നുവെങ്കിൽ, ഒരു ചെറിയ വിഷയം ഇത്രത്തോളം നമ്മളെ ആശങ്കപ്പെടുത്തുന്നുവെങ്കിൽ, എന്താ ആശങ്ക? ആ ലിസ്റ്റിൽ ഞാൻ പെട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ നിന്ന് നമ്മൾ രാജ്യത്ത് നിന്ന് ഔട്ടാണ്, പുറത്താവും. ആ ഒരു ചെറിയ കാര്യം. ഇനി അതിങ്ങനെ ലിസ്റ്റിൽ പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് രണ്ടാമത് ഓൺലൈനിൽ കൊടുത്ത് തിരുത്തിയോ മാറ്റിയോ ഒക്കെ നമുക്കത് മാറ്റാനുള്ള അവസരമുണ്ട്, ഓപ്ഷനുകളുണ്ട്. പക്ഷെ സഹോദര, നിങ്ങൾ ആരെങ്കിലും എന്റെ സഹോദര സഹോദരി ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ, ഇവിടുത്തെ ലിസ്റ്റിൽ പേര് വന്നില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തുനിന്ന് പുറത്താവണം. അപ്പൊ പടച്ചോൻ പറഞ്ഞ ലിസ്റ്റിൽ പെട്ടില്ലെങ്കിൽ പടച്ചോനെ തറവാട്ടി നമ്മൾ പുറത്താവൂലേ? പടച്ചോന്റെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്താവൂലേ? ആവൂല്ലോ. സ്വർഗത്തിൽ നിന്ന് പുറത്താവും. അവിടെ നിന്ന് പുറത്താക്കി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച പിന്നെ തിരിച്ചേറ്റോ? സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടോ? പിന്നീട് OTP വരുവോ? അതീന്ന് പുറത്താക്കിയാൽ അതിൽ പരാജയപ്പെട്ട് ആരെങ്കിലും പുറത്തായാൽ അവസാനം കാലാകാലം നരകത്തിലാണ്, കാലാകാലം നരകത്തിലാണ്. അതിൽ നിന്ന് പുറത്തായാൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു അതിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ പടച്ചവന്റെ ലിസ്റ്റിൽ ഒരു യഥാർത്ഥ മുഅ്മിനായി ഞാൻ ഉണ്ടാകണം എന്നതാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ആ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടപ്പെടുന്നതാണ് നമ്മുടെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അള്ളാഹു അവനിഷ്ടപ്പെട്ട, അവൻ ഏറ്റവും സന്തോഷത്തോടെ നമ്മെ നോക്കുന്ന ആ വലിയ അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹുവിന്റെ ലിസ്റ്റ് ഏതാ? അവന്റെ അടിമ എന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. യാ ഇബാദി, യാ ഇബാദി, എന്റെ അടിമകളെ. നമ്മുടെ ഉടമസ്ഥൻ ആരാ? അള്ളാഹു. ലോകത്തിലൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം ഏതാ?
ലോകത്തിലൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം ഏതാ? ആ അംഗീകാരം എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ മേൽവിലാസത്തിലോ അതിന്റെ ചേംബറിലോ ഒരു അംഗീകാരം കിട്ടുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പരമോന്നതമായ പദവി കിട്ടുന്നതോ ഒന്നുമല്ല. യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് അല്ലാഹു വിളിക്കുമ്പോ ആ വിളിക്കുന്ന അടിമകളെ നമ്മൾ വിടുക. എന്റെ അടിമ യാ ഇബാദ് എന്താവുക? പരമനുഷ്യന്മാരെ, യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിക്കുമ്പോൾ അതിന് നമ്മൾ ഉണ്ടാവുക. എന്നാൽ യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കും, എന്റെ അടിമകളെ നിങ്ങൾ ഭയക്കണ്ട, നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. യാ ഇബാദി ഫത്തഖൂൻ, എന്നെ അന്വേഷിച്ച് എന്നെ സൂക്ഷിച്ച് ജീവിക്കുക, നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ലാ ഖൗഫുൻ അലൈക്കും, നിങ്ങൾക്ക് യാതൊരുവിധ ഭയവും ആശങ്കയും പ്രയാസങ്ങളും വേണ്ട. യാ ഇബാദി ഫത്തഖൂൻ, നിങ്ങൾ എന്നെ അംഗീകരിച്ച് ജീവിച്ചാൽ മാത്രം മതി. ആ അംഗീകാരത്തിലോട്ട് നമ്മൾ നടന്നു പോവുക എന്നതാണ് എല്ലാവരെയും സമത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിന്റെ അടിമ, എന്റെ സിട്ടാവിനെ അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, അതിനപ്പുറത്തോട്ട് എനിക്ക് വേറെ ഒന്നുമില്ല. എന്റെ പടച്ചവൻ എന്ത് പറഞ്ഞോ അതാണ് എന്റെ ദീൻ. എന്റെ പടച്ചവൻ എന്ത് പറഞ്ഞു അതാണ് എന്റെ ദീൻ. പുതിയ കണ്ടെത്തലുകളോ പുതിയ വർത്തമാനങ്ങളോ എന്റെ ദീനല്ല. 5 നേരം നിസ്കരിക്കണം, ആര് പറഞ്ഞു? റബ്ബ് പറഞ്ഞു. സക്കാത്ത് കൊടുക്കണം, ആര് പറഞ്ഞു? എന്റെ ഉടമ പറഞ്ഞു. റമളാനിൽ നോമ്പെടുക്കണം, ആര് പറഞ്ഞത് കൊണ്ട്? എന്റെ ഉടമസ്ഥൻ പറഞ്ഞു. സാമ്പത്തികമായി ശാരീരികമായി ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകണം, ആര് പറഞ്ഞു? എന്റെ ഉടമസ്ഥൻ പറഞ്ഞു. പലിശ മേടിക്കരുത്, ആര് പറഞ്ഞു? എന്റെ ഉടമ പറഞ്ഞു. ഒരാളെയും ചതിക്കരുത്, ആര് പറഞ്ഞു? എന്റെ ഉടമസ്ഥൻ പറഞ്ഞു. ഒരാളെയും കൊല്ലരുത്, ആര് പറഞ്ഞു? എന്റെ ഉടമസ്ഥൻ പറഞ്ഞു. ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കണം, ആര് പറഞ്ഞു? എന്റെ ഉടമസ്ഥൻ പറഞ്ഞു. പെണ്ണും പെണ്ണും കൂടി വിവാഹം കഴിക്കരുത്, ആര് പറഞ്ഞു? എന്റെ ഉടമസ്ഥൻ പറഞ്ഞു. ഇവിടെ നിയമമാരുടേതാ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട? ഇല്ല, ഇവിടെ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഇല്ല, കല്യാണമേ ഇല്ല. ഇതാരുടെ നിയമമാണ്? ആ നിയമത്തെ അനുസരിക്കുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിന്റെ അടിമകളായി മാറുക. അവിടെയാണ് നമ്മൾ വിധേയത്വമുള്ളവരായി മാറുക. അവസാനം അങ്ങനെയല്ല. ചതിക്കരുത്, വഞ്ചിക്കരുത്, പലിശ വാങ്ങിക്കരുത്, മദ്യപിക്കരുത്, കള്ളു കുടിക്കാൻ പാടില്ല. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഞാൻ ഒരു ഇച്ചിരി ഇരുന്നോട്ടെ, എന്റെ കാല് തീരെ വയ്യ. ഇച്ചിരി ഇരുന്നോട്ടെ, ഇത്ര യാത്ര ചെയ്ത് വന്നിട്ട്, ഇന്നലത്തെ ഫ്ലൈറ്റ് യാത്ര, ഇന്ന് ട്രെയിൻ യാത്ര. എന്നാൽ നമുക്ക് നന്നായിട്ട് പോകാതെ പറയല്ലേ, കാലിന് ഇങ്ങനെ അസ്വസ്ഥത പിടിച്ചു. എല്ലാവരും മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കും. ഒരു ഇരിക്കുന്ന സ്റ്റാൻഡേർഡാവും. എല്ലാവരും ഒരു 3 സ്വലാത്ത് ഉറക്കൊന്ന് ചൊല്ലിക്കുക. സ്വല്ലല്ലാഹു അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അധിക ദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കും. ആരാണ് അത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതെന്റെ അല്ലാഹു പറഞ്ഞത്. ഒരു കാര്യം മദ്യപിക്കരുത് എന്ന് പറയുന്നത് എല്ലാം ഹലാലാക്കി തന്നിട്ടാണ് അല്ലാഹു പറഞ്ഞത്. ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് ഹറാമാണ്. എല്ലാം ഏത് കാര്യം വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വകുലൂ വശ്റബൂ, ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ കഴിച്ചുകൊള്ളൂ, വശ്റബൂ, നിങ്ങൾ കുടിച്ചുകൊള്ളൂ. ഏതൊക്കെ പ്രദേശത്ത് പോയാലും എവിടെയൊക്കെ പോയാലും ആഗ്രഹിക്കുന്ന ഏതൊക്കെ വിശിഷ്ടമായ ആഹാരപാനീയങ്ങളുണ്ടോ അതെല്ലാം ഒരു ബുഫയിലേക്ക് പോയാൽ ഏതൊക്കെ ആഹാരപാനീയങ്ങളാ, ഏത് നിറത്തിലുള്ള, ഏത് രുചിയിലുള്ള, ഏത് കളറിലുള്ള മൊജിറ്റോകൾ കുടിക്കാം, പഴവർഗ്ഗങ്ങൾ കഴിക്കാം, ഏത് സാധനവും നമുക്ക് കഴിക്കാം. ഹലാലായ ആയിരക്കണക്കിന് പാനീയങ്ങളെ അനുവദനീയമാക്കി തന്നിട്ട് നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും, അത് UK-യിലാകട്ടെ, ഓസ്ട്രേലിയയിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, കരീബിയൻ ദ്വീപുകളിലാകട്ടെ, എവിടെയുമാകട്ടെ, എവിടെയൊക്കെ ചെന്നാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു പറയുകയാണ്, വകുലൂ വശ്റബൂ, ആഗ്രഹിച്ചതെല്ലാം കഴിച്ചുകൊള്ളൂ, ആഗ്രഹിച്ചതെല്ലാം കുടിച്ചുകൊള്ളൂ. ആയിരക്കണക്കിന് പദാർത്ഥങ്ങളെ നമുക്ക് ഹലാലാക്കി തന്നിട്ട് അല്ലാഹു ഒരേ ഒരു കാര്യത്തിൽ മാത്രം പറഞ്ഞു, മദ്യമാണെങ്കിൽ അത് കഴിക്കരുതേ, അതുമാത്രം നിങ്ങൾ കഴിക്കരുതേ, പന്നിമാംസം നിങ്ങൾ കഴിക്കരുതേ, ആ ലഹരി വരുത്തുന്ന കള്ള് നിങ്ങൾ കുടിക്കരുതേ, അതൊഴിച്ചുള്ള ആയിരക്കണക്കിന് ആഹാര പദാർത്ഥങ്ങളെ അനുവദനീയമാക്കി തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഒരേ ഒരു കാര്യം മാത്രം ഹറാമാക്കുമ്പോ അതെന്റെ റബ്ബിനിക്ക് എന്റെ ഉടമസ്ഥനത് അനുവദനീയമല്ലെന്ന് പറഞ്ഞാൽ അതെന്റെ ജീവിതത്തിൽ ഞാൻ കുടിക്കുന്ന പ്രശ്നമില്ല. ഏതൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏതൊക്കെ പരീക്ഷണങ്ങളും വന്നാലും അതൊന്നും ഞാൻ കഴിക്കുന്ന പ്രശ്നമില്ലെന്ന് പറയുമ്പോഴാണ് ഒരു മുസ്ലിം ലോകത്തുള്ള എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്. അവനാണ് മുസ്ലിം എന്ന് പറയുന്നത്, അവനാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരവസ്ഥയിലേക്ക് എന്റെ ഉടമസ്ഥൻ പറഞ്ഞ മാർഗത്തിലേ ഞാൻ ചലിക്കൂ എന്ന് പറയാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഇരിക്കുമ്പോ മഹാനവർകൾ സദസ്സിനോട് പറഞ്ഞു, സഹാബാ, നിങ്ങളെല്ലാവരും മദീനയുടെ കവാടത്തിലേക്ക് പോകണേ. ആ മദീനത്തിന്റെ കവാടത്തിലേക്ക് അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹു കടന്നു വരും. മദീനയിലെ മുഴുവൻ പുരുഷന്മാരും അബ്ദുല്ലാഹ് ബിൻ ഹുദാഫയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്ത് സ്വീകരിക്കണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഈ ലോകത്തിന്റെ നശ്വരമായ ജീവിതത്തിന്റെ പുറകെ പാഞ്ഞു പോകുന്ന, ഈ ദുനിയാവ് കളിക്കാനും ചിരിക്കാനും ഉള്ളതാണെന്ന് കരുതി പോകുന്ന ക്ഷുഭിത യൗവനത്തിനോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം നമ്മോട് എങ്ങനെയാണ് സംവദിക്കുന്നതെന്ന് പറയാൻ, ഏത് വഴിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് പറയാൻ, ലോകചരിത്രത്തിന്റെ അപൂർവമായ ധന്യമുഹൂർത്തത്തിലൂടെ കടന്നുപോയ നിങ്ങളെപ്പോലെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാമുള്ള, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുള്ള ഈ രാപ്പലുകളെ ആസ്വദിക്കുവാനും എന്ന് വേണ്ട, ഈ ഭൗതികമായ ജീവിതത്തിൽ ആസ്വദിക്കാനുള്ള ആരോഗ്യവും സമ്പത്തും സൗന്ദര്യവും ഉണ്ടായിട്ടും പടച്ച തമ്പുരാന്റെ വടിയിലൂടെ സഞ്ചരിച്ച ഒരു അത്ഭുത പ്രതിഭാസത്തെ പരിചയപ്പെടുത്തി തരട്ടെയോ? ഇത് ബാലരമയുടെ ചിത്രകഥയല്ല, ഇത് അമർ ചിത്രകഥയല്ല, ഹാരി പോട്ടറിന്റെ ഭാവനാവിലാസങ്ങളല്ല, ഇത് ടോം ആൻഡ് ജെറിയുടെ കഥകളുമല്ല. കാൽപ്പനികതയുടെയും യാദൃച്ഛികതയുടെയും കവിയരങ്ങ് തീർത്ത് കഥകളെ കുറിച്ചുള്ള നിങ്ങളോട് ഞാൻ പറഞ്ഞു തരിക. ആരാമകാനായ അബ്ദുല്ലാഹ് ബിൻ ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ റോമാ സാമ്രാജ്യത്തിന് പോരാടിയിട്ട് അവസാനമാനായ അബ്ദുല്ലാഹ് ബിൻ ഹുദാഫയും 60ഓളം വരുന്ന സഹാബത്തിനെ റോമാ ചക്രവർത്തി ഹിർക്കൽ പിടിച്ചുകൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിട്ട് മഹാനായതിന്റെ സേനാനായകനായ അബ്ദുല്ലാഹ് ബിൻ ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ഹുദാഫത്ത് സഖഫി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് പാശ്ചാത്യ രൂപത്തിന്റെ പ്രതിരൂപമായ ആ
ആ കിസ്റ കൊട്ടാരത്തിന്റെ സർവാഡംബര വിഭൂഷിതനായ സ്വർണ്ണ കൊട്ടാരത്തിന്റെ രാജശില്പിയായി ശോഭിക്കുന്ന സുന്ദരികളായ ലലനാമണികളായ പെൺകുട്ടികളെ ചുറ്റുഭാഗത്ത് നിർത്തി മോഹിപ്പിച്ചിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയോട് ചോദിക്കുന്നുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ, മുഹമ്മദ് നിന്നോട് പറഞ്ഞ ഏകത്വത്തിന്റെ മതത്തിൽ നിന്ന് അല്ലാഹുവിനെ തള്ളി പറഞ്ഞിട്ട് ഞങ്ങളുടെ മതത്തിലേക്ക് വരാൻ തയ്യാറാണോ? ചോദിക്കുന്ന ചോദ്യം, മതത്തിനെ ഉപേക്ഷിച്ചിട്ട് വരാൻ തയ്യാറാണോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ പറഞ്ഞു, ഇല്ല ഇല്ല. സഹോദരാ, ചെറുപ്പക്കാരെ, കണ്ണഞ്ചപ്പിക്കുന്ന മാദക സൗന്ദര്യമുള്ള പെൺകുട്ടികൾ മുമ്പിൽ നിന്ന് മാടി വിളിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ ചഷകങ്ങളിൽ കള്ളും ഇങ്ങനെ നുരഞ്ഞു പൊന്തുന്നുണ്ട്. എല്ലാ സുഖാഡംബരങ്ങളുടെ കൊട്ടാരങ്ങളും കാത്തു നിൽക്കുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ ഒരു ഭിത്തിയിലോട്ട് ചേർത്ത് നിർത്തിയിട്ട് കൈ ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് റോമക്കാര് അമ്പെയ്യാൻ തുടങ്ങി. ഒന്നാമത്തെ അമ്പ് കൈപ്പത്തിയുടെ വെളിയിൽ പതിച്ചു, രണ്ടാമത്തെ അമ്പ് കൈപ്പത്തിയുടെ താഴെ പതിച്ചു. ഇങ്ങനെ തുരുതുരാ അമ്പുകൾ വന്ന് ശരീരം മുഴുവനും അമ്പുകളുടെ ഇടയിൽ പെട്ടു. അവസാനത്തെ അമ്പ് പാഞ്ഞു വന്നിട്ട് റോമയുടെ ചക്രവർത്തി പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ കഴുത്തെടുക്ക. സഹോദരാ, സഹോദരി, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കൂത്തുമൂത്ത അമ്പുകളുടെ ഇടയിൽ ശരീരത്തിലെടുത്ത് ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് അവസാനത്തെ കണ്ണിന്റെ മുമ്പിലൂടെ അമ്പ് പാഞ്ഞു വരുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ എന്ന ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞതില്ല, ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്തുള്ള മുഴുവൻ സകലമാന സൃഷ്ടികളുടെയും പരിപാലകനായ, ആകാശഭൂമികളുടെ സൃഷ്ടാവായ, സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളുടെ ഡിസൈനറായ, ഈ തെരുക്കങ്ങളെയും താരകങ്ങളെയും ഈ കടലുകളെയും കാട്ടരുവിയെയും കരടിയെയും സൃഷ്ടിച്ച ഈ മണലുകളും ഈ മണൽത്തരികളും ഈ കാട്ടാറുകളും ഈ വെള്ളത്തുള്ളികളും ആകാശത്ത് കൂടി പറന്നു പോകുന്ന പറവകളും നാൽക്കാലികളായ ജീവികളും ഇരുകാലികളായ മനുഷ്യരും ഇതേവരെ കാണാത്ത അമീബയടക്കമുള്ള ജീവികളും ആരുടെ തസ്ബീഹാണോ പറയുന്നത്? ആരാണോ അതിനെ സൃഷ്ടിക്കുന്നത്? ആരാണോ ഈ ലോകത്തുള്ള 30 കോടി വരുന്ന ജീവജാലങ്ങൾക്ക് രാപകലില്ലാതെ ഭക്ഷണം കൊടുക്കുന്നത്? ആരാണോ രോഗം കൊടുക്കുന്നത്, ശിഫയാക്കുന്നതും ആരാണോ? ഈ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫക്ക് നാളെ അടുത്ത നിമിഷത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് തിരിച്ചറിയുന്ന എന്റെ ഏകനായ റബ്ബുണ്ടല്ലോ. റഅയ്തുല്ലാഹ അക്ബറ കുല്ല ശൈഇ മുഹാവറതൻ വഅക്തറുഹും ജുനൂദാ. അവനറിയാതെ ഹുദാഫയുടെ ശരീരത്തൊരു പുൽക്കൊടി വന്ന് തറക്കുകയില്ല. ഇല്ലാമാ കതബല്ലാഹു ലനാ ലയുസീബുനാ ഇല്ലാമാ കതബല്ലാഹു ലനാ. ആ പാഞ്ഞു വരുന്ന അമ്പുകള് ചെവിയുടെ ഓരത്തുകൂടി സിൽക്കാര ശബ്ദമിട്ട് തറയിൽ തെറിക്കുമ്പോ രാജാവ് ചോദിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ, ഞാനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ അമ്പ് നിന്റെ മസ്തിഷ്കം തുളച്ചിട്ട് കയറിപ്പോയേനെ. ഇനിയും നിനക്കൊരവസരമുണ്ട്, അല്ലാഹനെ വിട്ടിട്ട് വരാൻ ഉടമസ്ഥനെ വെടിയാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ പറഞ്ഞു, ഇല്ല ഇല്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ നേരെ കൈകാലുകളിലെ ചങ്ങലയിട്ടിട്ട് കാരാഗ്രഹത്തിൽ അടിക്കപ്പെട്ടുമ്പോ ഒളിഞ്ഞുപോലെ സൂര്യകിരണങ്ങൾ നോക്കാത്ത കാരിരമ്പിന്റെ തടവറ തീർച്ച കരിങ്കല്ലിന്റെ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കരുത്തു ചോർന്നു പോകാതെ കാലത്തിന്റെ വിളിയാളം കേട്ട അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ 28 ദിവസമാണ് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിട്ടത്. ആരെങ്കിലും ഒരു പവൻ സ്വർണം കൊടുക്കുമ്പോ പട്ടിണിയുടെ നേരത്തെ ബ്രെഡും ജാമും കൊടുക്കുമ്പോഴും മതമുപേക്ഷിച്ചു പോകുന്നവരോട് ഒരു സുന്ദരി പെണ്ണ് മാടി വിളിക്കുമ്പോ അവരെ കല്യാണം കഴിച്ചിട്ട് അവളുടെ കൂടെ ഭാര്യയായി ജീവിക്കാൻ അല്ലാഹു തന്ന മതത്തിനെ വലിച്ചെറിയുന്ന ചെറുപ്പക്കാരാ,
ഒരു സുന്ദരി പെണ്ണിന് വേണ്ടി അള്ളാഹുവിനെ വലിച്ചെറിയുന്ന എന്റെ യുവാക്കളോട്, ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നവന് വേണ്ടി അള്ളാന്റെ ദീനിനെ വലിച്ചെറിയുന്ന എന്റെ പെൺകുട്ടികളോട്, 28 ദിവസം അന്നപാനമില്ലാതെ വെളിച്ചം കയറാത്ത കാരാഗ്രഹത്തിൽ കിടന്നിട്ട് അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു ഒരു തുള്ളി വെള്ളം കിട്ടാതെ തൊണ്ട വരണ്ട് പെടഞ്ഞു മരിക്കുന്ന നേരത്ത് മഹാനവറുകളുടെ മുമ്പിലേക്ക് പന്നി ഇറച്ചി ഒരു പാത്രത്തിലും ഒരു പാത്രത്തിലെ കള്ളും കൊണ്ടുപോയി വെച്ചു. ഹുദാഫ, വേണമെങ്കിൽ കഴിച്ചിട്ട് ജീവൻ നിലനിർത്തിക്കോളൂ എന്ന് പറയുമ്പോ ഉസ്താദേ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടൊരു തുള്ളി കുടിച്ചുപോയി, കല്യാണത്തിന്റെ തലേന്നിട്ടുള്ള വിരുന്നിൽ പെട്ടുപോയി, അവൻ എന്നെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചതാന്ന് പറഞ്ഞ് ന്യായം പറയുന്നവരോട്, പടച്ചവന്റെ ദീനിന്റെ ഹറാം ഹലാല് തിരിച്ചറിയാത്തവരോട്, ഇതൊരു കുട്ടിക്കളിയല്ല, ഇതൊരു തമാശയല്ല, ഇത് പടച്ചറപ്പിന്റെ ദീനിന്റെ അഹ്കാമുകളാണ്. മഹാനവറുകള് തൊണ്ട പൊട്ടി മരിക്കുമെന്നിരിക്കുമ്പോ മഹാനവറുകൾ ആ പന്നി മാംസത്തിലോ മദ്യത്തിലോ തൊടാതെ അത് തട്ടി മാറ്റുമ്പോ ഇറുക്കല് ചോദിക്കുന്നുണ്ട് ഹുദാഫ, യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്, എന്തെന്നറിയുമോ? ഒരാള് ദാഹിച്ച് പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്ന നേരത്ത് എന്തെങ്കിലും ഒരു ഭക്ഷണമോ ആഹാരമോ വെള്ളമോ ഉള്ളിൽ ചെന്നില്ലെന്ന് മരിക്കുമെന്ന് ഉറപ്പാകുമ്പോ വേറെ ഒരു ഭക്ഷണമോ ആഹാരമോ കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് പന്നിമാംസമാണെങ്കിലും മദ്യമാണെങ്കിലും കുടിച്ചിട്ട് ജീവൻ നിലനിർത്താനുള്ളത് കുടിക്കാം. ആ സമയത്ത് വേണമെങ്കിൽ കുടിക്കാമെന്നുള്ളത് നിയമമാണല്ലോ. ഇല്ലാ മൽതുറിർത്തും അലൈഹി എന്ന് ഖുർആൻ പറഞ്ഞത് നേരത്തെ അപറാരി ഓതിയ ആയത്തിന്റെ ഒരു കാര്യമുണ്ടല്ലോ. സൂറത്തുൽ മാഇദയിൽ നിഷിദ്ധമായ ഓരോ പന്നിമാംസവും മദ്യവും പറഞ്ഞിട്ട് ഇല്ലാ മൽതുറിർത്തും അലൈഹി, നിർബന്ധിതമായ അവസ്ഥയിൽ ഒഴികെ കുടിക്കാമെന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാ. മാനവറുകളോട് ചോദിച്ചു അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ, ജീവൻ നിലനിൽക്കൽ കുടിക്കൽ അനുവദനീയമായിട്ട് കുടിക്കാത്തതെന്താ? മഹാനായ ഇബ്നു ഹുദാഫയുടെ മറുപടി, എങ്ങാനും ജീവൻ നിലനിർത്താൻ ഞാനിത് കുടിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ ഹറാമാക്കിയത് ദുനിയാവിന് വേണ്ടി അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ കുടിച്ചെന്ന് നാളെ നിങ്ങൾ പറയില്ലേ? ഞാനത് ആർത്തിയോടെ കുടിക്കുമ്പോ നിങ്ങൾ എന്റെ ദീനിനെ പരിഹസിച്ചിട്ട് പൊട്ടിച്ചിരിക്കില്ലേ? പിന്നെന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹു, സഹോദരാ, ഞാനത് കഴിക്കുമ്പോ നിങ്ങളുടെ മുഖത്ത് ചിരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ദീനിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച ആ പോരാളികളുടെ സമർപ്പണത്തിലാണ് ഞാൻ നിങ്ങൾ മുസ്ലിമായത്. ഇന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഹോമോസെക്ഷലും പറഞ്ഞ് ആടിപ്പാടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മതം എനിക്ക് പ്രശ്നമല്ല, മതമല്ല 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 പ്രശ്നം, മതമല്ല 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 പ്രശ്നം എന്ന് പറഞ്ഞു മതമിളകുന്നവരെ, ആ മതത്തിന്റെ നിയമങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ എനിക്ക് മതം പ്രശ്നമല്ല ഇവള് മതി എന്ന് പറയുമ്പോ അത് കാണിച്ചിട്ട് ഇസ്ലാമിന്റെ എതിരാളികളെ പൊട്ടിച്ചിരിക്കുമ്പോ അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹു അവരുടെ മുമ്പിൽ പറഞ്ഞു, ഞാനിത് കുടിക്കുമ്പോ നിങ്ങളുടെ മുഖത്ത് വരുന്ന പരിഹാസച്ചിരി അതെന്റെ ഹബീബിനെ പരിഹസിക്കലാ, അതെന്റെ ഹബീബിനെ പരിഹസിക്കലാ. ഞാൻ പിന്നെ എന്തിനാ ജീവിക്കണം? ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിയുടെ പേരിൽ എന്റെ ഹബീബ്, ഞാൻ ജീവൻ കൊടുത്തത് എന്റെ ഹബീബിന് വേണ്ടി, ഞാൻ ജീവൻ കൊടുത്തത് എന്റെ ഹബീബിന് വേണ്ടി. ഞാൻ എന്റെ കൈകാലുകൾ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടത് ഹബീബിന് വേണ്ടി, കരളുകൾ പിച്ചി ചീന്തിയത് ഹബീബിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നിന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഞാനത് അങ്ങനെ തിന്നുമ്പോ നിങ്ങൾ എന്റെ ഹബീബിനെ പരിഹസിക്കാനോ എന്റെ ദീനിനെ പരിഹസിക്കാനോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ അള്ളാന്റെ ദീൻ ചുരുങ്ങാനോ ഞാൻ സമ്മതിക്കില്ല. ഇതാണ് മുഅ്മിൻ, ഇതാണ് മേൽവിലാസം. അഡ്ജസ്റ്റ്മെന്റിനല്ല മുസ്ലിം എന്ന് പറയുന്നത്, അഡ്ജസ്റ്റ്മെന്റിലല്ല. അബ്ദുല്ലാഹ് ബിൻ ഹുദാഫയുടെ മുമ്പിൽ തടവറ തോറ്റു. അബ്ദുല്ലാഹ് ബിൻ ഹുദാഫയുടെ വിശ്വാസത്തിന്റെ മുമ്പിൽ ചങ്ങലക്കെട്ടുകൾ പൊട്ടിയെറിഞ്ഞു. അബ്ദുല്ലാഹ് ബിൻ ഹുദാഫയുടെ ഈമാനിന്റെ മുമ്പിൽ കൊളുത്തുകൾ പതറിത്തെറിച്ചു. ഒരു അബ്ദുല്ലാഹ് ബിൻ ഹുദാഫയാവണം,
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു അതോടെ നിങ്ങൾ ഉണ്ടായിരിക്കുക. ഞാൻ കാരണം, അഹമ്മദ് കബീർ കാരണം ഇസ്ലാം പരിഹസിക്കപ്പെടരുത്. അബ്ദുൾ റസാഖ് അബ്റാരി കാരണം ഇസ്ലാം പരിഹസിക്കപ്പെടരുത്. അസീദ് കാരണം ഇസ്ലാം പരിഹസിക്കപ്പെടരുത്. സഖാഫി ഉസ്താദ് കാരണം, ഞാൻ കാരണം ഇസ്ലാം ഒരു കൊട്ടുണ്ടാവരുത്. കാരണം ഇത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ കൊടുത്തിട്ടുണ്ടായതാണ്. ഇത് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നതാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ അവസാനിച്ചില്ല, തീർന്നില്ല മനുഷ്യന്മാരെ, തീർന്നില്ല. നിങ്ങൾ കേൾക്കണണ്ട. മാലക്കും ലാ തന്ദിക്കൂൻ, നിങ്ങൾ കേൾക്കണണ്ട. ഉണ്ടെങ്കിൽ ഒന്ന് തലയാട്ടി. ഇത് ഞാൻ പറഞ്ഞൊരു ചെറിയ ചരിത്രത്തിൽ ഇപ്പോഴത്തെ കാലത്ത്, ഈ ഒരു കാലത്ത് ഇബ്നു ഹുദാഫമാരെ വീണ്ടും ചരിത്രം ആഗ്രഹിക്കുകയാണ്. അവരൊരിക്കൽ കൂടി കടന്നു വരാൻ ഈ ചരിത്രം കാതോർക്കുകയാണ്. അവസാനിച്ചില്ല. മഹാനവരുടെ മുമ്പിൽ കടങ്കൽ പാളയങ്ങൾ ചിതറിത്തെറിച്ചു, ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞു. മഹാനവറുകളെ കൊണ്ടുവന്നു ഒരു വിശ്വാസിയുടെ മുമ്പിൽ. നല്ല ചൂടുള്ള വെള്ളം നടപ്പാ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ചൂട് ചുക്കുമുക്കൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നാമി പറയുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കൊരു സലാത്ത് പറയാൻ പോലും നമ്മുടെ തൊണ്ട വന്നൂല. നമ്മളാരാ? മുസ്ലിം. നമ്മളാരാ? മുഅ്മിൻ. നമ്മളാരാ? വിശ്വാസി. നമ്മളാരാ? ഹബീബിന്റെ മുത്തുനബിയുടെ അനുയായികൾ, താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹു അഗതിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ബദറിലും മികന്തൊരു ശോഭ നബി, ബീവി ആമിന തന്റെ സബി, വലതുല്ലമീനായി വന്ന നബി, ആമന്നാ ബി റസൂലില്ലാഹി ഹസ്ബി റബ്ബി. ഉറക്കെ എല്ലാവരും ഉറക്കത്തിലെ ഹസ്ബി റബ്ബി. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസത്തിന്റെ മുമ്പിൽ കരിങ്കൽ പാളയങ്ങൾ അടിയറ വെച്ച അവിശ്വസനീയമായ ഒരു ആദർശകതയുടെ അവസാനമെന്നോളം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ നേരെ കൊണ്ടുവന്നിട്ട് 60ഓളം വരുന്ന കൂട്ടുകാരെ പിടിച്ച് തടവിലാക്കിയിട്ടുണ്ട്. ആറുവറുകളെ പിടിച്ചുകൊണ്ടുവന്ന് വലിയ ഒരു അടുപ്പിന്റെ മുകളിലേക്ക് വലിയൊരു പാത്രമെടുത്തതിലേക്ക് എണ്ണ ചൂടാക്കി, ആ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓരോരുത്തരെയായി എടുത്തിടുകയാ. തന്റെ പ്രിയപ്പെട്ട അനുയായികൾ ഒരാളെ തിളച്ച എണ്ണയിലോട്ട് വലിച്ചെറിഞ്ഞ് ആ മനുഷ്യൻ ഇങ്ങനെ ആ എണ്ണയിൽ കിടന്നിങ്ങനെ പെടയുന്ന നേരത്ത് ഓരോരുത്തരെ രണ്ടാമത്തെ ആളെയും എടുത്തിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ, ഇനി നിനക്ക് മയാറായില്ലേ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അടുത്തത് നീയാ. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. എന്തിനാ കരഞ്ഞതെന്നറിയോ? ആ തിളച്ചു മറിയുന്ന എണ്ണ കണ്ടിട്ടില്ല അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ പേടിച്ച് കരയാന്ന് കരഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ ജന്മമേ എനിക്ക് തന്നുള്ളൂവല്ലോ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി 100 പ്രാവശ്യം ഇതുപോലെ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ് ഷഹീദാവാൻ അല്ലാഹു എനിക്കൊരു അവസരം തന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് ഞാൻ കരഞ്ഞതാണെന്ന് പറയവേ
അവസാനം ഈ റോമാ സാമ്രാജ്യത്തിന്റെ അധിപന്മാര് പറഞ്ഞത് അബ്ദുല്ലാഹിബ്നു ഹുദാഫ, നീ അല്ലാഹുവിന്റെ ദീനിനെ തള്ളി പറയണ്ട. ഒന്നും നടക്കില്ലെന്ന് പ്രകോപനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും അബ്ദുല്ലാഹിബ്നു ഹുദാഫ വഴങ്ങില്ലെന്ന് മനസ്സിലായപ്പോ മഹാനവറുകളോട് പറഞ്ഞു, ഏറ്റവും അവസാനം റോമാ ചക്രവർത്തിയുടെ നെറ്റിത്തടത്തിൽ നീ ഒരു ചുംബനം കൊടുത്താൽ ബാക്കിയുള്ള 60 പേരെ നിരുമാധികം വിട്ടയക്കാമെന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു, ഒന്നുമല്ലല്ലോ, ആ രാജാവിന്റെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്താൽ തന്നെ 60 സഹോദരങ്ങൾ സഹാബത്തുകളെ രക്ഷപ്പെടുമെന്ന് ഓർത്തപ്പോ മഹാനവറുകളെ മനസ്സില്ലാ മനസ്സോടെ റോമാ ചക്രവർത്തിയുടെ നെറുകയിൽ ഒരു ചുംബനം കൊടുത്തു. എന്നിട്ട് 60 സഹാബത്തിനെയും കൈപിടിച്ചു മഹാനവറുകൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റോമാ സാമ്രാജ്യത്തിന്റെ കോട്ടകത്തളകളിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നപ്പോ ആ വിവരം അറിഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, സഹാബാ, അല്ലാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ അചഞ്ചലമായി നിലനിന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഹുദാഫ തിരിച്ചു വരുന്നുണ്ട്. മദീനയുടെ കവാടത്തിൽ ചെന്നിട്ട് എല്ലാവരും അബ്ദുല്ലാഹിബ്നു ഹുദാഫയുടെ നെറ്റിത്തടത്തിന് ചുംബനം കൊടുക്കണേ. പടച്ചവന്റെ മുമ്പിലല്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ കുനിക്കില്ലെന്ന് പറഞ്ഞ നെറ്റിത്തടമാണത്. അതിന് നിങ്ങൾ ചുംബനം കൊടുക്കാൻ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സഹോദരാ സഹോദരി, മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കരുതെന്ന് പറഞ്ഞതാരാ? എന്റെ റബ്ബ്. ആ റബ്ബ് പറഞ്ഞതിനപ്പുറത്തേക്ക് എനിക്കൊരു ജീവിതമില്ല. ഇന്നീ വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്കെന്റെ റബ്ബല്ലാതെ എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ അടക്കവും എന്റെ അനക്കവും എന്റെ ചേട്ടയും എന്റെ നിശ്ചേട്ടയും എല്ലാം പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ് ഞാനൊരു വിശ്വാസിയാവുക. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞ ലിസ്റ്റിൽ ഞാൻ എന്റെ പേരെഴുതി ചേർക്കുക. അതിൽ അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ അവന്റെ അടിമകളാക്കട്ടെ. അല്ലാഹു നമ്മെ അവന്റെ അടിമകളാക്കി തരട്ടെ. ومما زادني شرفا وتيها وزدت بخمسية ثريا دخولي تحت قولك يا عبادي وأن سيرت أحمد لي نبيا. എന്തൊരു കവിതയാണിത്! എത്ര മനോഹരമായ കവിതയാണിത്! മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയാ, വമിമ്മാ സാദനി ശറഫൻ വതീഹാ, എനിക്കൊരു ഷറഫ് കിട്ടുക. ഷറഫല്ല, ഇല്ല, ചുമ്മാനായിട്ട് കല്യാണം കഴിച്ചില്ല. വമിമ്മാ സാദനി ശറഫൻ വതീഹാ, ചെറുപ്പക്കാരെ മനസ്സിൽ കേട്ടണം. ഞാൻ പറയുന്ന വാള് എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, ഇത്രയും ദൂരം താണ്ടി ഞാൻ വന്നത് നിങ്ങളോട് ഇത് പറയാനാണ്. ചെറിയൊരു ജീവിതമേ ഉള്ളൂ. എത്ര കാലം ചിന്തിക്കുക, എത്ര കാലം? നാളത്തെ സൂര്യോദയം കാണുമോ? ഉറപ്പുണ്ടോ? അഹമ്മദ് കബീർ ഈ പ്രസംഗം അവസാനിപ്പിക്കുമോ? അഹമ്മദ് കബീർ ഈ പ്രസംഗം അവസാനിപ്പിക്കുമോ? ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം 17 മിനിറ്റ് പ്രസംഗിക്കാൻ തയ്യാറാക്കി വെച്ച പ്രസംഗമായിട്ടാണ് പ്രസംഗപീഠത്തിൽ കയറിയത്. ഏഴാമത്തെ മിനിറ്റിൽ ആള് വന്നു. മുന്തലോ പിന്തലോ ഇല്ലാത്ത മരണത്തിന്റെ മാലാകം മാടി വിളിച്ചു. ഇന്ത്യ രാജ്യത്തിന്റെ ഉരുക്കു മനുഷ്യൻ യാത്രയായി. ഞാൻ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാണ്. പറയാൻ പറ്റുമോ? മനുഷ്യന്മാരെ പറ്റുമോ? പെങ്ങളെ, അള്ളാഹു ധാരാളം സൗന്ദര്യം തന്നിട്ടുണ്ട്. കാസർഗോഡ്, മംഗലാപുരം ഒക്കെ പ്രത്യേകിച്ച് എല്ലാരും. അല്ല, ഞാൻ പറയുന്ന ഈ കാസർഗോഡ്, മംഗലാപുരം നോക്കി, ഇവരെയൊക്കെ നോക്ക്. മംഗലാപുരം അല്ലേ? കൊടക് ഇതല്ലേ? ഞാൻ തുളപ്പെട്ടവനല്ലേ? ഇതിലൊക്കെ ജ്യൂസ് അല്ലേ? നോക്ക്, എന്ത് ഗ്ലാമറാ നമ്മളൊക്കെ കണ്ട.
ഞാൻ അപരാരിയൊക്കെ മാഷാ അല്ലാഹ്. എല്ലാരും കയറിയിരിക്കും. എല്ലാരും അല്ലാഹുവേ പടച്ചവനെ, നല്ലൊരു വിഷയം ഇങ്ങനെ പറഞ്ഞ് മൂടിൽ കയറി വന്നപ്പോ മഴയായത്. സഹോദരിമാര് നനയോ അത് അവർക്ക് പന്തലുണ്ട? ഇന്ന് മുമ്പോട്ട് വരും. മുമ്പോട്ട് വന്ന് നമുക്ക് ദുആ ചെയ്ത് വരിക. പെട്ടെന്ന് വരിക ഇൻഷാ അല്ലാഹ്. മുമ്പോട്ട് വന്ന ഇൻഷാ അല്ലാഹ്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് മഴ. മഴയെക്കുറിച്ച് 3 പദമാണ് ഖുർആൻ പറയുന്നത്. എത്ര പദം? 4. മലയാളത്തിൽ മഴ, കന്നഡയില് മളൈ, തമിഴില് ചിന്ന മളൈ. മഴയെക്കുറിച്ച് ഖുർആനിൽ 4 പദമാണ് ഞാൻ പറഞ്ഞുതരാം. മഴ ഏറ്റവും വലിയ റഹ്മത്താണ്. ഈ മഴ പെയ്യണ സമയത്ത് ദുആ ചെയ്താൽ സ്വീകരിക്കുന്നതാണ്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു നല്ല സദക്ക ചെയ്തോളി. പടച്ചോന്റെ റഹ്മത്ത് വരണ സമയമാണ്. നമുക്ക് ദുആ ചെയ്യും. ബക്കറ്റുമായിട്ട് സംഘാടകർ വരും. ഉനൈസേ, ഉനൈസ് അല്ലമീന്റെ കുട്ടികൾ എന്തി ഒന്ന് പോയി മക്കളെ. ഒന്ന് പോയി. എല്ലാരും മനസ്സറിഞ്ഞൊരു 3 സ്വലാത്തിലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ സ്വീകരിക്കണേ അല്ലാഹ്. ഏതാഗ്രഹത്തോടെ സദഖ ചെയ്യുന്നുവോ ആ സദഖയിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. കടങ്ങളുണ്ടെങ്കിൽ കടങ്ങൾ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. മാരകമായ രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി നീ റാഹത്ത് നൽകണേ അല്ലാഹ്. സല്ലല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കും. സറവനോടൊക്കെ വായിച്ചു. എല്ലാവരോടും വായിച്ചോ. ജിപി ആണെങ്കിൽ കാർഡ് കൊടുത്താലും മതി. നമുക്ക് ഇന്നലെയും നല്ല മഴയാണ്. ഒന്ന് പടച്ചോൻ ഏതായാലും കുറച്ച് ഉസ്താദ്മാരൊക്കെ ഒത്തിരി സലാത്തൊക്കെ ചൊല്ലി. അതുകൊണ്ട് ഏതായാലും ഉസ്താദ് തസ്ബീഹായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബറക്കത്ത് കൊണ്ടൊക്കെ നമ്മൾ കുറച്ചു നേരം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്ത് തസ്രീം എന്നോട് ഒരു ഒത്ര നാളായി വന്നിട്ട് പ്രസംഗം ഉഴപ്പരുത്, ഉഴപ്പാതിരുന്ന മഴ പെയ്തു. അല്ലാഹു സ്വീകരിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശസ്തി നമുക്കുണ്ട്. അഹമ്മദ് കബീർ ബാക്കവി എത്ര വലിയ പ്രശസ്തി ഉണ്ട്. ആ സുഹൃത്ത് പറഞ്ഞതുപോലെ വാടാത്ത മുല്ലേ, ചൂടാത്ത പൂവേ, വിടരാത്ത എന്നൊക്കെ അള്ളാഹു ആ ചെറുപ്പക്കാരൻ കണ്ണിന് കാഴ്ചയില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. എന്റെ ചെറുപ്പക്കാരെ, കുട്ടികളെ, അവസാനം വരെ സഹോദര സഹോദരി, അള്ളാഹു ധാരാളം സൗന്ദര്യം തന്നിട്ടുണ്ട്. കാസർഗോഡൊക്കെ പ്രത്യേകിച്ച് ഏത് ഡ്രസ് ഇട്ടാലും അവർക്ക് സൗന്ദര്യം കൂടും. കാസർഗോഡ് ഒരു പ്രത്യേകത എന്താ? ഞാനിപ്പോ നാദാപുരത്തെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം വൈറലായി. ഇനി കാസർഗോഡിനെ കുറിച്ച് പറഞ്ഞാവട്ടെ. കാസർഗോഡ് കുട്ടികൾ എന്തിട്ടാലും ഗ്ലാമറ. നമ്മുടേതിട്ടാല്